സുപ്രഭാത ക്യാമ്പയിലാണ്. ഞാൻ പിന്നെ അതിൻ്റെ ചെയർമാനായതുകൊണ്ട് ഞാനത് അങ്ങനെ പറയാതെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് സുപ്രഭാതത്തിൻ്റെ ക്യാമ്പയിൽ അത് എല്ലാവരും വിജയിപ്പിക്കണം. എല്ലാവരും സുപ്രഭാതത്തിൻ്റെ വരിക്കാരാവണം. എങ്ങനെങ്കിലും ഒരു സുപ്രഭാതത്തിൻ്റെ വരിക്കാരാവുക എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കാര്യങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി എഴുതുന്ന ഒരു പത്രമാണ് സുപ്രഭാതം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാകുന്ന നിലക്കുള്ള പ്രചരണങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മളിൽ നിന്നുണ്ടാവണം. എതിർക്കുന്നവരോ അല്ലെങ്കിൽ അതിനെ ചെറുതായി കാണിക്കുന്നവരൊക്കെ പലരും ഉണ്ടാവാം. എന്നാൽ അതിലേക്കൊന്നും നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുക, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. പുണ്യമായ ദിവസങ്ങളിലൊക്കെ നമ്മളൊക്കെ പള്ളിക്ക് ഒരു ചീരിനെ കൊടുത്തയക്കലുണ്ട്. ഞാൻ തന്നെ ചെറുപ്പത്തിൽ എന്തിനപ്പോ ഈ പള്ളിക്ക് ഈ ചീരിനെ കൊണ്ടുപോകണം, അതിൻ്റെയൊക്കെ ഇതെന്താണ്? പക്ഷെ നമ്മളെ മശായഖന്മാർ നമ്മളെ ഉസ്താദന്മാരൊക്കെ ജീവിച്ചിരുന്ന കാലത്തിൽ ആരുമായിട്ടൊന്നും എതിർത്തിട്ടില്ല. പിന്നെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലത്തതായ ഈ പാർട്ടിക്കാരൊക്കെ എതിർക്കണം. എന്തിനാ പള്ളിക്ക് ചീരിനെ കൊണ്ടുപോകണം? അത് മല്ലാക്കന്മാർക്കും മുസ്ലിംമാർക്കൊക്കെ തിന്നാനുള്ളൊരു പണിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചെറുതാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതായ ഒരു കാലഘട്ടം. പിന്നീട് ഞാൻ മഹാനാവുന്ന ഇമാം ബുഖാരി ഷെയ്ഖുൽ സംശയം എപ്പോഴും പറയുന്നുണ്ട്, അതിലെല്ലാത്തിനും ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ബുഖാരി ദർസ് നടത്തുന്ന സമയത്ത് ജുമാന്റെ ബാബിലെ ഒരു ഹദീസ് എന്താ, ഫീന ഇമ്രാത്തുന്നാം, ഞങ്ങളെ കുളത്തിൽ ഒരു ബീവി ഉണ്ടായിരുന്നു. മൂപ്പത്തേർക്കുള്ള പടി എന്താന്ന് ചോദിച്ചാൽ, ഈത്തപ്പഴത്തോട്ടത്തിലേക്ക് പോകുന്ന ആ ചെറിയ വെള്ളം ഒഴിക്കുന്നതായ ചാലുകൾ ഉണ്ടാവും. ആ ചാലിന്റെ രണ്ട് ഭാഗത്തും ചീരപ്പുല്ല് പോലാത്ത ഒരു സസ്യം നട്ടു വളർത്തും. വെള്ളിയാഴ്ച ദിവസമായാൽ മൂപ്പത്തേര് ഇറങ്ങിയിട്ട് ആ ചെടി അരിഞ്ഞ് അതിനെ നോക്കി ഒരു പാത്രത്തിലിട്ട് അതിൽ കുറച്ച് മാവിട്ട് മധുരം ഇട്ട് എന്തോ തേനോ മറ്റോ എന്തോ കൂട്ടി അതിൻ്റെ പുറമെ അതിൽ മാംസമൊക്കെ ഇട്ട് ഒരു ചെറിയ പലഹാരം ഉണ്ടാക്കും. എന്നിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ഈ പലഹാരമായിട്ട് മൂപ്പത്തേര് പള്ളിക്ക് വരും. പള്ളിക്ക് തന്നെ നിൽക്കാൻ വരുന്നല്ല, പെണ്ണുങ്ങൾ ജുമായ്ക്ക് വരേണ്ട, ജുമാക്ക് നിർബന്ധിച്ചല്ലോ. അപ്പൊ പിന്നെ ജുമായ്ക്ക് വരിക എന്നല്ല, പള്ളിക്ക് വരുന്നതല്ല. പള്ളിന്റെ മുറ്റത്ത് വന്നിട്ട് ഈ പാത്രമായിട്ട് അവിടെ വന്നിരിക്കും. സഹാബത്ത് പറയുന്നത് എന്താ പറയുന്നത്, വക്കുറ്റാൻ അത്തബന്ന യൗബൽ ജുമാ, ഞങ്ങൾക്കൊക്കെ ജുമാ ദിവസമായാൽ വേണ്ടിയില്ലായിരുന്നു എന്ന് വലിയ ആഗ്രഹമായിരുന്നു. ജുമാ ദിവസമായാൽ വേണ്ടിയില്ലായിരുന്നു വലിയ ആഗ്രഹമാണ്. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണോ? അതല്ല, ഇബാദത്ത് ചെയ്യുന്നുണ്ട് അവർ, അതല്ല. അവരെന്നെ പറയാൻ ലീ ത്വാമി, എന്തിനാ അവർ ലീ ത്വാമിയ എന്ന് പ്രത്യേകം പറഞ്ഞത്? ഒക്കുന്നാൻ തവന്നൽ ജുമാ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിച്ചു ജുമാ ദിവസം ആയാൽ വേണ്ടിയില്ല എന്ന് പറഞ്ഞാൽ നേരം വെച്ച് വൈകുന്നേരം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ജുമാ ദിവസം ആയാൽ വേണ്ടി ചെയ്യുന്നതാണ്. ലീ ത്വാമിയ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, നേരെ മറിച്ച് ലീ ത്വാമിയ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി ആ ബീവി കൊണ്ടുവരുന്ന ആ ഭക്ഷണത്തിന്റെ ആഗ്രഹം കൊണ്ട് ഞങ്ങൾ എന്നാ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച വന്ന പോലെ എന്താ ഈ ബീവി ഇങ്ങനെ ഒരു പലഹാരം കൊണ്ടുവരുന്നുണ്ടല്ലോ, എന്നാൽ ഞങ്ങളൊക്കെ പണി എന്താന്ന് ജുമാ കഴിഞ്ഞാൽ കുന്നാനുസല്ലിമായി ഞങ്ങളൊക്കെ ചെന്ന് സലാത്ത് ചെല്ലും. മുമ്പ് തെറ്റിരിക്കല്ലേ, എല്ലാവരും സലാത്ത് ചെല്ലും. അതങ്ങനത്തെ അല്ല, ഭക്ഷണം കാണുന്നിടത്ത് നമ്മൾ സലാത്ത് ചെല്ലുമല്ലോ. അപ്പൊ ഞങ്ങളൊക്കെ സലാം ചെല്ലിയിട്ട് അപ്പൊ മുമ്പത്തേര് ഈ പാത്രം ഇങ്ങനെ വെച്ചരും. ഞങ്ങളതിന് തൊട്ട് താമക്കും, ചമ്മന്തിയൊക്കെ താമക്കണമെങ്കിൽ അത്ര ഒരാൾക്ക് താമക്കാൻ കിട്ടുള്ളൂ. ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായി നമ്മുടെ പാലക്കാട് ജില്ലയുടെ ഈ സമ്മേളനം ഒന്നിരായ ഉസ്താദ് ഇ കെ ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർഹദ ബഹുമാനപ്പെട്ടവരുടെ ആ പുണ്യമായ നാമം കൊണ്ട് നാമകരണം ചെയ്യപ്പെട്ട ഈ വേദിയിലാണ് നടത്തപ്പെടുന്നത്. ഈ പാലക്കാടിൻ്റെ ഈ പ്രദേശങ്ങളിലൊക്കെ വിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾ അത് ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ ഇരുമ്പിഞ്ചോല ദർസ് നടത്തിയിരുന്ന കാലഘട്ടത്തിൽ അവിടുന്ന് ഇങ്ങോട്ട് പാലക്കാട്ടേക്ക് മാറിക്കൊണ്ടിട്ട് ഇവിടെ വന്ന് ജന്നത്തുൽ ഉലൂം എന്ന പേരിൽ ഒരു അറബി കോളേജ് സ്ഥാപിക്കുകയും
അതോടൊപ്പം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ വിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ നമ്മുടെ പണ്ഡിത വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും മറ്റുള്ള പൊതുജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും എവിടെല്ലാം മുർത്തദീങ്ങൾ വന്ന് പ്രസംഗിക്കുന്നുണ്ടോ ആ സ്ഥലത്തൊക്കെ ഓടി വന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ ഘോരമായി പ്രസംഗിക്കുകയും ഖണ്ഡനവും വാദപ്രതിവാദമൊക്കെ നടത്തിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിലേക്ക് താങ്ങും തണലുമായി കൊണ്ട് ജീവിച്ച സമസ്തയുടെ മുൻകാല നേതാക്കന്മാരിൽ നിന്ന് പ്രമുഖനാണ് കെ ഹസൻ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. അവർ വലിയ സേവനങ്ങളാണ് ഈ വിഷയത്തിൽ ചെയ്തിട്ടുള്ളത്. ഖുത്ബ പരിഭാഷയെ സംബന്ധിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു പ്രമേയം ഉണ്ടായിരുന്നു. അത് ബിദ്അത്ത് മുൻകറത്താണ്. അപ്പോൾ പലരും ബിദ്അത്ത് മുൻകറത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ഹുക്കുമല്ലല്ലോ, അഹ്കാമുൽ ഖംസ 5 അതിൽ ഉജൂബ്, സുന്നത്ത്, മുബാഹ്, ഹറാമ്, കറാഹത്ത്, ഖിലാഫുൽ ലവ്. അപ്പം ഹറാമ് കറാഹത്ത് എന്ന് പറയുമ്പോൾ ആ ഹറാമിൽ ഇത് പെടുമോ, അതല്ല കറാഹത്തിലാണോ പെടുക, അതല്ല ഖിലാഫുൽ ലൗലിയിലാണോ പെടുക എന്തെന്ന് വിശദീകരിച്ചിട്ടില്ല. അത് ഖിലാഫ്, അത് വിദ്യാർത്ഥി മുൻകറത്താണെന്നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വ. പക്ഷേ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത് വിദ്യാർത്ഥി മുൻകറത്തിൽപ്പെട്ട ഹറാമിൻ്റെ വകുപ്പിൽപ്പെട്ടതാണെന്നുള്ളത് വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും ഫിഖ്ഹി ഗ്രന്ഥങ്ങളുടെ ഇബാറത്തുകൾ വെച്ചുകൊണ്ടിട്ട് സ്ഥിരപ്പെടുത്തുകയും അത് കോർട്ടിലും അത് തന്നെ ആവർത്തിച്ച് പറയുകയും ചെയ്തുകൊണ്ട് പല ഇതിനോട് ബന്ധപ്പെട്ട കേസുകളിലൊക്കെ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞതൊക്കെ ബഹുമാനപ്പെട്ടവരുടെ ശക്തമായ ഇടപെടലുകൾ. അപ്പോൾ ഈ പ്രസ്ഥാനത്തിനേക്ക്, ഈ ആദർശത്തിനൊക്കെ ഉറക്കവും ഊണൊന്നുമില്ലാതെ പ്രവർത്തിച്ച വലിയ പണ്ഡിതന്മാരെ കുലത്തിൽപ്പെട്ട മഹാനായിരുന്നു ഉസ്താദ് കെ ഹസൻ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. അപ്പം അതുകൊണ്ട് അവരുടെ ആ പേരുകൊണ്ട് നാമകരണം ചെയ്യപ്പെട്ട ഈ സദസ്സിലാവുമ്പോൾ തന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഒരു ഊർജം ഇവിടെ ഉണ്ട്. അവരിൽ നിന്ന് നമ്മളൊക്കെ ഉൾക്കൊണ്ട ഒരു ഊർജമുണ്ട്. ആ ഊർജം അത് നിങ്ങൾക്കും നിങ്ങളറിയാതെ ആ ആത്മീയ ഊർജം നിങ്ങൾക്കും ലഭിക്കപ്പെടുകയാണ്. അപ്പം അതുകൊണ്ട് വളരെ നല്ലതായ ഒരു പേരാണ് ഈ സദസ്സിനിക്ക് നിങ്ങൾ നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ സംഘാടകരോട് എല്ലാ നിലക്കുള്ളതായ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവരുടെ പരലോക ജീവിതം അല്ലാഹു സമ്പൂർണ്ണമാക്കി കൊടുക്കട്ടെ. അവരെ പരലോക ജീവിതത്തിലുള്ള എല്ലാ ഉയർച്ചയും അല്ലാഹു കൊടുക്കട്ടെ. അവർ വിശുദ്ധമായ ദീനിന് വേണ്ടി ചെയ്ത സർവ്വസേവനങ്ങളെയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അവരോടൊപ്പം നമ്മുടെ മഹാന്മാരാവുന്ന മശായിഖ് അജ്ദാദിൻ്റെ കൂടെ അല്ലാഹു സ്വർഗത്തിൽ നമ്മളെയൊക്കെ ഒരുമിച്ച് പിടിത്തട്ടെ. ബഹുമാനമുള്ളവരെ, വിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആചാരങ്ങൾ, അതിൻ്റെ അനുഷ്ഠാനങ്ങൾ, അതിൻ്റെ വിശ്വാസങ്ങൾ, ഇതൊക്കെ വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്തപ്പെട്ടതും വിശുദ്ധമായ പരമ്പരയിൽ കൂടി നമുക്ക് ലഭിക്കപ്പെട്ടതും മഹാനാവുന്ന ശൈഖുനാ ശംസുലുലമായ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവർ പറയലുണ്ട്, എപ്പോഴും ക്ലാസ്സിൽ പറയലുണ്ട്, അല്ലാതെ സ്വന്തമായിട്ട് സംസാരിക്കുമ്പോഴും അവർ പറയലുണ്ട്. മുൻഗാമികളാവുന്ന ആളുകൾ ഇവിടെ ചെയ്തു പോന്നിരുന്ന അവരുടെ അവരാചാരങ്ങൾ, അവരനുഷ്ഠാനങ്ങൾ, അവർ വിശ്വസിച്ചു പോന്നിരുന്ന ഈ ദീനിയാവുന്ന വിശ്വാസങ്ങൾ,
ഇത് ഒന്നും തന്നെ എതിർക്കാൻ പാടുള്ളതല്ല. അതിനെതിരുള്ളതായ രേഖകൾ നമ്മൾ കണ്ടെത്തിയാലും മുൻഗാമികൾ ഇവിടെ ചെയ്തു പോകുന്നതിന് എതിരായിട്ടൊരു രേഖ നമ്മൾ കണ്ടെത്തി നിൽക്കുക, എന്നാലും എതിർക്കാൻ പാടുള്ളതല്ല. കാരണം എന്തുകൊണ്ട്? ആ രേഖ അവരും കണ്ടവരാണ്. ആ രേഖയുടെ ന്യായങ്ങളും അവർ മനസ്സിലാക്കിയ അതിനുള്ളതായ മറുപടിയും കണ്ടവരാണ് അവർ. അതുകൊണ്ടാണ് ആ രേഖന്റെ കൂടെ പോവാതെ അവർ ഈ സ്വഭാവത്തിൽ അത് ചെയ്തു പോകുന്നത്. മുൻഗാമികൾ ചെയ്യുന്നതിനേക്ക് നമ്മൾ രേഖ കണ്ടിട്ടില്ല എന്ന് വെക്കുക, എന്നാൽ അതിനെ എതിർക്കാനും പാടുള്ളതല്ല. മുൻഗാമികൾ ചെയ്യുന്നത് അതിനെതിര് രേഖ കണ്ടാലും അതിനെ എതിർക്കാൻ പാടുള്ളതല്ല. അവർ ചെയ്യുന്നതിനേക്ക് നമ്മൾക്ക് രേഖ കണ്ടെത്താതെ നമ്മളെപ്പോലത്തെ ആളുകൾ രേഖ കാണുന്നുണ്ടോ അല്ലെങ്കിൽ രേഖ കാണുന്നില്ല എന്നുള്ളതല്ല. അങ്ങനെയല്ല ദീനിനെ മനസ്സിലാക്കേണ്ടത്. ദീനിനെ മനസ്സിലാക്കേണ്ടത് അതിനക്ക് ആ മനസ്സിലാക്കേണ്ടതായ സ്വഭാവങ്ങൾ എങ്ങനെയാണെന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ കൂടിയും തിരുസുന്നത്തിൽ കൂടിയും അല്ലാഹുവിന്റെ റസൂലും നമുക്ക് വളരെ വ്യക്തമായ നിലക്ക് അതിനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഇവിടെ ഒച്ചയും വിളി ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഖുർആനും സുന്നത്തും എല്ലാവർക്കും, നമ്മളൊക്കെ ഖുർആനും സുന്നത്തിൻ്റെ ആൾക്കാരല്ലേ. നമ്മളെന്താ ഖുർആനോട് ഹദീസിൽ നിന്നല്ലേ, ഖുർആനും ഹദീസിനുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കിയതല്ല. നമ്മൾക്ക് മഹാന്മാരാവുന്ന ആളുകൾ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വ്യക്തമായി പറയപ്പെട്ടത് ഒരാൾ മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. വ്യക്തമായി ഇപ്പൊ ഇമാം ഷാഫി തങ്ങളെ നമ്മൾ പിൻപറ്റണമെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വ്യക്തമായി പറയപ്പെട്ടതിൽ ഇമാം ഷാഫി തങ്ങളെ പിൻപറ്റേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വ്യക്തമായി പറയപ്പെടാത്തത്, അവ്യക്തമായോ വ്യംഗ്യമായോ പറയപ്പെട്ടത്, അല്ലെങ്കിൽ പലതിനും സാധ്യതയുള്ളത്, അങ്ങനത്തെ സംഗതികൾ സാധാരണക്കാരാവുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. സാധാരണക്കാരെന്ന് പറഞ്ഞാൽ നമ്മളല്ല, നമ്മളെക്കാൾ വലിയവരെ പറ്റിയാണ് ഈ പറയണത്. അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മഹാന്മാരാവുന്ന ദിക്ർ ആ നിലക്കുള്ളതായ മഹാന്മാരാവുന്ന ഇമാം ഷാഫി തങ്ങളെപ്പോലെ, അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ തന്നെ സഹാബത്തിലും അങ്ങനെയല്ലേ മുജ്തഹിദീകളാവുന്ന പല സഹാബത്തുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മുജ്തഹിദായിരുന്നു. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ മുജ്തഹിദായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹു ഇവരൊക്കെ മുജ്തഹിദുകളായിരുന്നു. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തങ്ങൾ മുജ്തഹിദായിരുന്നു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ മുജ്തഹിദായിരുന്നു. അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ, അങ്ങനെ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഇത് ഒരുപാട് മുജ്തഹിദീകളുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം സഹാബത്തിൽ നിന്നുള്ളതായ ഈ ഇജ്തിഹാദിന്റെ ആ പദവിയിലേക്ക് എത്താത്ത സഹാബത്ത്, അവര് ചില ആളുകൾ അബൂബക്കർ സിദ്ദീഖിനോട് പറ്റി, അബൂബക്കർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഖുർആനിലും ഹദീസിലും വ്യക്തമായി പറയപ്പെടാത്തത്? അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനമാണ് ചിലർ സ്വീകരിച്ചത്. ചിലർ ഉമർ ബിൻ ഖത്താബിന്റെ വ്യാഖ്യാനം സ്വീകരിച്ചു, ചിലത് ഉസ്മാൻ. അങ്ങനെ സഹാബത്തിൽ നിന്ന് മുജ്തഹിദീകളാവുന്ന അയിമ്മത്തിനെ പിൻപറ്റിയ പലരും സഹാബത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിനുശേഷം താബീകളിലും അങ്ങനത്തെ ആളുകളുണ്ടായി. അങ്ങനെ അതിനെ തുറന്നുകൊണ്ട് വന്ന മഹാന്മാരാവുന്ന മദ്ഹബിന്റെ ഇമാമിങ്ങളാവുന്ന ഈ 4 മഹാന്മാർ, ഇമാം മാലിക് തങ്ങൾ, ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫി തങ്ങൾ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ, ഇവരെ പിൻപറ്റി പിന്നീട് വന്നതായ ആളുകൾ, അവരിൽ നിന്നുള്ള ആരെങ്കിലും. അപ്പൊ ഖുർആന്റെയും ഹദീസിന്റെയും വ്യാഖ്യാനം എന്നുള്ളത് അത് വ്യക്തമായി പറയപ്പെടാത്തത്, അല്ലെങ്കിൽ പലതിരിക്കും സാധ്യത ഉള്ളത്, അല്ലെങ്കിൽ വ്യംഗ്യമായി കൊണ്ടോ മറ്റോ സൂചിപ്പിക്കപ്പെട്ടതായ സംഗതികൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. അതാണ് അൻസൽനാ ഇലൈക ലിതുബയ്യിന ലിന്നാസ്. വിശുദ്ധ ഖുർആനിനെ നബിയെ തങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത് തങ്ങളാണ് അതിനെന്താക്കേണ്ടത്, ബയാൻ ചെയ്തു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും വ്യാഖ്യാനം അത് സ്വയമായിട്ട് വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒന്നല്ലത്. ഖുർആനാണെങ്കിലും ഹദീസാണെങ്കിലും അതിനെ വ്യാഖ്യാനിക്കേണ്ടത് അതിന് വ്യക്തമായി പറയപ്പെടാത്തത്,
അതിൽ വ്യംഗ്യമായി അല്ലെങ്കിൽ സൂചനാപരമായി ഒക്കെ പറയപ്പെട്ടതുണ്ടാവും. ഇതിന്റെ യഥാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച വ്യാഖ്യാനം അനുസരിച്ചാണ്. അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നതായ അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ടാവും. അതനുസരിച്ചാണ് വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും വ്യാഖ്യാനിക്കേണ്ടത്. അത് നമ്മളെ മാതിരിക്കുള്ള ആളുകളല്ലേനും അത് വ്യാഖ്യാനിക്കേണ്ടത്. അതിന് അഹ്ലുദ്ദിക്റെന്ന് വിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായി വിശേഷിപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ മഹത്തുക്കളാവുന്ന ഔലിയാവ് മുജിത്തഹിദീകളാവുന്നതായ അയിമ്മത്ത്, ഇവരൊക്കെ ഔലിയാക്കന്മാരായിരുന്നു. ഇമാം മാലിക് ഇമാം ഷാഫി തങ്ങളാവട്ടെ, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളാവട്ടെ, ഇമാം അബു, ഇവരൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാവുന്ന വലിയ പണ്ഡിതന്മാരായിരുന്നു. അങ്ങനത്തെ ആളുകളാണ്. അല്ലെങ്കിൽ അവരിരുന്നിട്ട് മനസ്സിലാക്കിയ ആളുകൾ, അവരെ ആ പദവിയിലേക്ക് എത്താത്തവരുണ്ടാവും. അവർ കാണിച്ചു കൊടുത്ത് ആ റൂട്ടിൽ കൂടി അതിനെ മനസ്സിലാക്കുന്നവർ, അതാണ് മദ്ഹബിലായിക്കൊണ്ടുള്ളതായ മുജ്തഹിദ്. അങ്ങനെ 5-6 വകുപ്പായിട്ട് മുജ്തഹിദീകളെ തിരിക്കാനുള്ള കാരണം കൂടി അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൻ്റെ അവലംബങ്ങൾ അതിൽ യാതൊരു സംശയമില്ല. അത് ഇവർക്ക് മാത്രമുള്ളതൊന്നുമല്ല. ഇവർ മുജാഹിദീങ്ങളോ അല്ലെങ്കിൽ ജമാഅത്ത് ഇവരിങ്ങനെ ചാടിക്കളിച്ച് പറഞ്ഞില്ല ഖുർആൻ സുന്നത്ത്. ഖുർആനും സുന്നത്ത് എന്താണെന്ന് ഇവർക്കറിയും. ഖുർആനും സുന്നത്തിൻ്റെ വ്യാഖ്യാനം ഇവർക്ക് സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഇവർ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനമാണോ ഖുർആനും സുന്നത്തിൻ്റെയും വ്യാഖ്യാനം എന്നുള്ളത്? അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഫസ്അലു അഹ്ല ദിക്ർ വിശുദ്ധ ഖുർആൻ പറയാൻ കാരണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യാഖ്യാനം, ആ വ്യാഖ്യാനമാണ് തിരുസുന്നത്ത്. അതിലും ചില അവ്യക്തതകൾ ഉണ്ടാവാം. അപ്പം അതിനിക്ക് ഉള്ള മാർഗം എന്താണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനിക്ക് അടിസ്ഥാനപരമായി രേഖപ്പെടുത്തിയതായ മാനദണ്ഡങ്ങൾ ഉണ്ടാവും. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെടണം. അത് വ്യാഖ്യാനിക്കേണ്ടത് ആരാണോ അതിന് വ്യാഖ്യാനിക്കാൻ ആ നിലക്ക് വിശേഷിപ്പിക്കപ്പെട്ടതായ ആളുകൾ, അതാണ് മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത്. അപ്പോൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്ന് പറഞ്ഞത് ഇവർക്ക് മാത്രം ഇങ്ങനെ പറയാനുള്ളൊരു സാധനമൊന്നുമല്ല. അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ഇത് ഇവർ ഒക്കെ ഖുർആനും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. റസൂൽ അങ്ങനെ തറക്തു ഫീക്കും അംറൈൻ, അതൊന്ന് കിതാബ് അല്ലാഹ് വസുന്നത്ത് റസൂലില്ല, അള്ളാഹിൻ്റെ കിതാബും റസൂലുള്ളാഹിൻ്റെ സുന്നത്തുമാണ്. ഇത് നടക്കുന്നവരിപ്പോൾ ഇവരാണെന്ന് തോന്നും. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഈ ദീനിനെ മനസ്സിലാക്കേണ്ട അടിസ്ഥാനങ്ങൾ എന്താണെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൂടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുസുന്നത്തിൽ കൂടിയും അതിനെ നമുക്ക് ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. യാതൊരു അവ്യക്തത ഇല്ലാത്തവർക്ക് മനസ്സിലാക്കേണ്ട രൂപം എങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി അവനെ അവലംബിക്കേണ്ടതായ മാർഗം എന്താണ്, അത് വിശുദ്ധ ഖുർആനിൽ കൂടി തിരുസുന്നത്തിൽ കൂടിയും വളരെ വ്യക്തമായ നിലക്ക് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ വമൻ യുശാഖിഖി റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിയ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവദ്ദിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ. അപ്പൊ അള്ളാഹുവിൻ്റെ റസൂലിനക്ക് റസൂലുള്ളാഹിന്റെ കൽപ്പനക്കോ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ വാക്കിനിക്കോ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ അംഗീകാരത്തിനിക്കോ അല്ലെങ്കിൽ റസൂൽ നിർദ്ദേശിച്ചതായ ഖുർആനെയും ഹദീസിനെയും മനസ്സിലാക്കേണ്ടതായ മാർഗങ്ങൾക്കോ എതിരായിട്ടുള്ള ഒരു പ്രവർത്തനം ആരെയും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവുകയും വയത്തബിയ ഗൈറ സബീലിൽ മുഅ്മിനീൻ, അങ്ങനത്തെ ആ മാർഗം അല്ലാത്ത മാർഗത്തിൽ നീ പോയി കഴിഞ്ഞാൽ ആ റസൂലുള്ളാഹിന്റെ എതിരുള്ളതായ ആ പ്രവർത്തനങ്ങൾക്ക്, റസൂലുള്ളാഹിന്റെ അഖ്വാലുകൾക്കോ അഫ്ആലുകൾക്കോ തഖാരീറുകൾക്കോ അല്ലെങ്കിൽ റസൂൽ നിശ്ചയിച്ചു തന്നതായ മാനദണ്ഡങ്ങൾക്കോ എതിരായി കൊണ്ട് പ്രവർത്തിച്ചാൽ അവിടെ എന്തുണ്ടാവും? അത് മുസ്ലിമീങ്ങൾക്കുള്ളതായ റൂട്ട് ആ വഴിയല്ലാത്ത വഴിയിലുള്ള പിൻപറ്റിലാവും. അതാണ് വയത്തബിയ ഗൈറ സബീലിൽ മുഅ്മിനീൻ. അതെന്ന് പറഞ്ഞാൽ ആ മോമിനിയങ്ങൾ ആരാന്നുള്ളത് റസൂൽ മനസ്സിലാക്കി തത്വം. നമ്മൾ അവലംബിക്കപ്പെട്ടതായ മോമിനിയങ്ങൾ, ആ മോമിനിയങ്ങൾ എന്ന് വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ടിട്ടുണ്ട്. ആ മോമിനിയങ്ങൾക്കുള്ളതായ തരീഖ് എന്താ? മോമിനിയങ്ങൾക്കുള്ള തരീഖ് അത് ആ മോമിനിയങ്ങളെ പരിചയപ്പെടുത്തി തന്നു.
ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. 3-4 നൂറ്റാണ്ടുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1-ാം നൂറ്റാണ്ടിനെയും 2-ാം നൂറ്റാണ്ടിനെയും 3-ാം അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ട്, ഈ 4 നൂറ്റാണ്ടുകളെ അല്ലെങ്കിൽ 3 നൂറ്റാണ്ടുകളെ ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ടായിക്കൊണ്ട് റസൂൽ പ്രഖ്യാപിച്ചത് ഇതിനു വേണ്ടിയാണ്. ആ നൂറ്റാണ്ടിലുള്ളതായ അയിമ്മത്ത് മശായിഖന്മാർ, അവരുടെ അഖ്വാലുകൾ, അവർക്കുള്ളതായ കാര്യങ്ങൾ, അവർക്കുള്ളതായ അവരുടെ അഫ്ആലുകൾ, അവരവലംബിച്ചതായ മാർഗങ്ങൾ, ഇതാണ് നിങ്ങൾ അവലംബിക്കേണ്ടത്. അതാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾക്കുള്ളതായ തിരിയത്ത്. അതുകൊണ്ടല്ലേ ഇമാം മാലിക് തങ്ങൾ അവരുടെ മദ്ഹബിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായി രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് മുവത്ത ഇമാം മാലിക്. ആ മുവത്ത ഇമാം മാലിക് മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ അധികരിച്ച മസ്അലകൾക്കും ലക്ഷ്യങ്ങൾ ഹദീസാക്കാൻ റസൂൽ അങ്ങനെ പറഞ്ഞു എന്നല്ല പറഞ്ഞത്. പലതും പറഞ്ഞ് മൂപ്പര് പറയണെന്താ, ആ കഥ റഅയ്തു അഹ്ലൽ മദീനത്തി യഫ്അലൂന, മദീനക്കാരിങ്ങനെ ചെയ്ത് കണ്ടു, മദീനക്കാരങ്ങനെ ചെയ്ത് കണ്ടു, അത് ഒരു മസല പറഞ്ഞിട്ട് ആ മസലക്ക് മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ ലക്ഷ്യം പറയുന്നത് ആ കഥ റഅയ്തു അഹ്ലൽ മദീനത്തി യഫ്അലൂന, മദീനക്കാരിങ്ങനെയാണ് ചെയ്തത് കണ്ടത്. എന്താ മദീനക്കാർക്ക് മദീനക്കാരങ്ങനെ ചെയ്താൽ അന്നത്തെ കാലത്തുള്ള മദീനക്കാരെന്ന് പറയുന്നത് ഇമാം മാലിക് തങ്ങൾ ജീവിച്ചിരുന്ന കാലത്തുള്ള അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ഈ ഖൈറുൽ ഖുറൂൻ എന്ന ഏറ്റവും ഉത്തമമാവുന്ന നൂറ്റാണ്ടെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ കാലത്തുള്ളതാണ്. ആ കാലഘട്ടത്തിലുള്ള ആളുകളായതുകൊണ്ട് ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ ചെയ്തതിനെ, അല്ലെങ്കിൽ അവർ വിശ്വാസമായും കൊണ്ടിട്ടോ അവരാചാരമായും കൊണ്ടിട്ടോ അവർ കർമ്മമായും കൊണ്ടോ ചെയ്തു പോകുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബത്തിൽ നിന്ന് അവരുടെ ഇഷ്ടന്മാർ മുഖേന ലഭിക്കപ്പെട്ടതായിരിക്കും. അത് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ആ നൂറ്റാണ്ടിനെ നല്ല നൂറ്റാണ്ടായിക്കൊണ്ട് റസൂൽ വിശേഷിപ്പിച്ചത്. അപ്പം അതാണ് വിശുദ്ധമായ പരമ്പര എന്ന് നമ്മൾ പറയുന്നത്. വിശുദ്ധമായ നമ്മളെ മഹാന്മാരാവുന്ന അസാധ്യതത്ത്, ഈ അസാധ്യ ഉസ്താദന്മാരെ ശൃംഖല നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് ഇമാം ഷാഫിഈ തങ്ങൾ വരെ, ഷാഫിഈ ഇമാം തങ്ങൾ മുതൽ അങ്ങോട്ട് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ എത്തുന്ന ഈ ശൃംഖലയുള്ളതായ അയിമ്മത്ത്, അവരുടെ നമ്മളെ മശായിഖന്മാരെ പരിശോധിച്ച് നോക്കിയാൽ ഇവരൊക്കെ വളരെയധികം വിശ്വസ്തരും, അവരെ ജീവിതത്തിൻ്റെ പ്രസവിക്കപ്പെട്ടോടം മുതൽ അവരെ വഫാത്ത് വരെയുള്ള ചരിത്രം ഒരാളല്ലേ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ ഇമാം ബുഖാരി തങ്ങൾ ഒരു ഹദീസ് പറഞ്ഞാൽ ആ ഹദീസ് അവര് ഹദ്ദസന എന്ന് പറഞ്ഞ് ഇന്ന ഉസ്താദ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹിയിലേക്ക് എത്തുന്നതായ ഒരു ശൃംഖലയുണ്ട്. ആ ശൃംഖലയിൽ പറയപ്പെട്ടത് ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറമുള്ളത് ആലോചിക്കേണ്ട ആവശ്യമില്ല. ആ ശൃംഖലയിൽ ആരോ ഉള്ളത് എന്നുള്ളത്. കാരണം ആ ശൃംഖല വിശുദ്ധമായ ശൃംഖലയെ അവലംബിക്കുള്ളൂ. ആ വിശുദ്ധമായ ഇപ്പൊ കണ്ടിട്ട് എത്രയോ ഇപ്പൊ മസലകൾക്ക് ലക്ഷ്യപ്പെടുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ മഹാനാവുന്ന ഇമാം നബവി തങ്ങൾ തന്നെ ചില അദ്കാറുകളൊക്കെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയലുണ്ട്. ഇത് മുഹററിൽ ഈ അദ്കാറുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനാവുന്ന ഇമാം റാഫിഈ തങ്ങൾ. ഇമാം റാഫിയും ഇമാം രണ്ടാളും മുഹജിറാൽ മദ്ഹബ് തന്നെയാണ്. മദ്ഹബിനെ തഹ്രീർ ചെയ്തവരാണ്. മുൻഗാമികളാവുന്ന അയിമ്മത്തിന്റെ ആ ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഏതാണ് മുഅ്തമദ് ഏതാണ് ദഈഫ് ഒന്നും മനസ്സിലാവില്ല. ആ നിലക്കാണ് അവർ മസലകൾ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ പിന്നീട് അതിന് ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നത് മുഅ്തമദാണ്, ഇന്നത് ദഈഫാണ്, ഇന്നത് അവലായ കൗൽ ഇങ്ങനെയാണ്, താൻ ഇങ്ങനെയാണ്, സാലിത്ത് ഇങ്ങനെയാണ്, റാബി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ മഹാന്മാരാവുന്ന ഈ അയിമ്മത്ത് ഇവർ രണ്ടാളോടാണ് അതിന് പ്രത്യേകം ശ്രദ്ധിച്ചത്. മഹാനാവുന്ന ഇമാം റാഫിഈ തങ്ങളും ഇമാം നവവി തങ്ങളും. പക്ഷേ ഇമാം നവവി തങ്ങൾ തന്നെ ചില അദ്കാറുകൾ പോലത്തതൊക്കെ ഇമാം റാഫിഈ തങ്ങൾ മുഹററിൽ കൊണ്ടുവന്നതിനെ മുപ്പര് പറയലുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഉളൂ ഉണ്ടാക്കുമ്പോൾ ഉളൂവിന്റെ ചില ദുആകളെ പറ്റി പറഞ്ഞിട്ട് കയ്യുമ്പോൾ അങ്ങനെ മുഖം അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി യൗമ തബയ്യദു വുജൂഹ് വതസ്വദു വുജൂഹ്
കൈയ്യകുമ്പോൾ അല്ലാഹുമ്മഅതിരി കിതാബി ബിയമീൻ. അതുപോലെ തന്നെ മറ്റേ ഇടത്തെ കൈയ്യകുമ്പോൾ തല തടയുമ്പോൾ ഇങ്ങനെ ഓരോരോ ദുആകള് ഇമാം റാഫി തങ്ങൾ മുഹററിൽ അതിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഒന്നും കൂടി അതിനെപ്പറ്റി മഹാനാവുന്ന ഇമാം നവവി തങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്ത് പഠിച്ചപ്പോഴും ബഹുമാനപ്പെട്ടവർ എന്താ പറഞ്ഞത്? വഅദഫ്തു ദുആ അള്ളാഹിന്റെ ചില ദുആകൾ അത് മഹാനാവുന്ന ഇമാം റാഫി തങ്ങൾ മുഹററിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെ കളഞ്ഞു, വേണ്ടെന്ന് വെച്ചു. ഇതില്ല അസ്ലഹു, അതിന് സ്വീകരിക്കപ്പെടാൻ പറ്റുന്നതായ ഒരു അടിസ്ഥാനമായിരിക്കില്ല. അപ്പൊ വളരെ ശ്രദ്ധിച്ച് ചെറിയ സംഗതികൾ പോലും ശ്രദ്ധിച്ച് അത് വിശുദ്ധമാവുന്നതായ ഹദീസിന്റെയോ അല്ലെങ്കിൽ വിശുദ്ധമാവുന്ന ഖുർആന്റെ ആയാത്തുകളുടെയോ അല്ലെങ്കിൽ അതുപോലത്തെ ഇജ്മാഅ ഖിയാസ് അവലംബിക്കപ്പെടാൻ പറ്റുന്നതായ ദലീലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഓരോ മസ്അലകളും മഹാന്മാരാവുന്ന അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ ഇമാം മാലിക് തങ്ങൾ ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസ് പറഞ്ഞാൽ അത് നമുക്ക് പിന്നെ ഇതിന്റെ അപ്പുറമുള്ളവരെ പറ്റി പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഇമാം മാലിക് തങ്ങൾ മുതൽ ഇമാം ഷാഫി ബുഖാരി തങ്ങൾ മുതൽ റസൂൽ വരെ എത്തുന്ന ആ പണ്ഡിതന്മാർ, ആ ഉസ്താദന്മാരുടെ ആ ശൃംഖല, അത് ഒരാളല്ല അവരെ ചരിത്രം രേഖപ്പെടുത്തിയത്. ഒരുപാട് ആളുകൾ അവരെ ചരിത്രം ഒപ്പിയെടുത്തിക്കാണ്. ഇന്നത്തെ കാലത്തെ പോലെ ഒപ്പിയെടുക്കാൻ പറ്റുന്നതായ പല മാധ്യമങ്ങളൊന്നും ഒന്നില്ല. എന്നാലും അവർ നടന്ന് പരിശോധിച്ച് അവരെ ചരിത്രത്തിൽ എന്തെങ്കിലും ഒരു മോശത്തരണ്ടോ എന്ന് നോക്കുകയാണ്. അവരെ സ്വീകരിക്കപ്പെടാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഉണ്ടായി പോയതായ ആ ശൃംഖലയാണെങ്കിൽ അതിനെ തള്ളപ്പെടുകയാണ് ചെയ്തത്. അത്രമാത്രം വിശുദ്ധമായ പരമ്പരയാണ് ഈ നമുക്ക് ലഭിക്കപ്പെട്ടതായ പരമ്പര. അപ്പൊ നമ്മളിപ്പോ ഉദാഹരണമായിട്ട് നിസ്കാരത്തിന് ശേഷം പിന്നെ എല്ലാവരും കൂടിയിരുന്ന് ദുആ ചെയ്യണം. അത് നമ്മൾ അതിന് ലക്ഷ്യം റസൂലാക്കാൻ നിൽക്കണമെന്ന് നോക്കേണ്ട ആവശ്യമില്ല. അത് മഹാന്മാരാവുന്ന ആ ഇമ്മത്ത് അത് അവർ ദുആ ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ലക്ഷ്യങ്ങൾ അവർ കണ്ടിട്ടുണ്ടാവും. അത് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഏത് ചെറിയതും വലുതും ആവുന്ന സംഗതികളൊക്കെ അത് ആചാരങ്ങൾ വരെ അങ്ങനെയാണ്. നമ്മളതിന് ലക്ഷ്യം പരത്തിക്കൊണ്ട് അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. അത് അതാണ് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അൻസാറുകൾ വസ്സാബിഖൂനൽ അവ്വലൂന മുഹാജിരീന വൽ അൻസാർ, അൻസാറുകളിൽ നിന്നും മുഹാജിരീകളിൽ നിന്നൊക്കെ ആദ്യമായി കടന്നു വന്നവരും വല്ലദീന തബഉഹും ബിഇഹ്സാൻ, അവരോട് പിൻപറ്റേണ്ടതായ സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരിലുള്ളതായ ആ സൽഗുണങ്ങൾ മുഴുവനും പകർത്തുകയാണ് ജീവിതത്തിൽ. അവരെങ്ങനെയാണോ ഒന്നുണ്ടാക്കിയത് അതുപോലെ ഒന്നുണ്ടാക്കുക, അവരെങ്ങനെ നിസ്കരിച്ചത് അതുപോലെ നിസ്കരിക്കുക. കാരണം അവരത് റസൂലുള്ളാഹിന്റേത് കണ്ടിട്ട് പഠിച്ചതായിരിക്കും. അപ്പൊ അവർക്കുള്ള ആ ജീവിതം മുഴുവനും പകർത്തി അവരോട് പിൻപറ്റപ്പെടേണ്ട, അതാണ് ഇഹ്സാനോട് കൂടി അവരോട് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ. ആ നിലക്ക് അവരോട് പിൻപറ്റുകയും ചെയ്ത ആളുകൾ റളിയല്ലാഹു അൻഹും വറളു. അത് അള്ളാഹ് അവരെ തൊട്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു അവനെ തൊട്ട് അവർ തൃപ്തി. കണ്ടില്ലേ, ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റ് ആളെ കൊടുക്കണത്. അങ്ങോട്ട് കൊണ്ട് തൃപ്തിപ്പെടുക. അള്ളാഹ് തൃപ്തിപ്പെട്ടാൽ മാത്രം പോരാന്നാ. റളു അൻഹു, അള്ളാഹിനെ തൊട്ട് അവരും തൃപ്തിപ്പെടണം. അങ്ങനത്തെ ആളുകളാണ് അവരെന്ന. അങ്ങനത്തെ ആളുകളാണെന്ന് അവരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാ. അവര് പറഞ്ഞു നിങ്ങൾ പിടിച്ചോന്നാ അതിന്റെ അർത്ഥം. പറഞ്ഞാൽ പിന്നെ ഇനി അതിന്റെ ലക്ഷ്യം എന്താന്നുള്ളത് ചോദിച്ചടക്കേണ്ട ആവശ്യമില്ല. അവ സുന്നികളാവുന്ന നമ്മളിവിടെ ചെയ്യണ എല്ലാം അത് ലക്ഷ്യങ്ങളുടെ ശരിയായ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത് നമ്മളെ ഏത് പരിശോധിച്ചു നോക്കിയാലും അതൊക്കെ ലക്ഷ്യങ്ങളുണ്ട്. നമ്മളെ ആചാരങ്ങൾക്ക് വരെ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ അത് ആ മുൻഗാമികളാവുന്ന അവരും ആ പറയപ്പെട്ട ദീനിലേക്ക് ആദ്യമായി കടന്നു വന്നവര് അവരോട് പിൻപറ്റേണ്ട സ്വഭാവത്തിൽ അവരോട് പിൻപറ്റുക. അവരോട് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അവരിലുള്ളതായ ആ സൽഗുണങ്ങൾ മുഴുവനും ഈ പിൻപറ്റുന്നതായ ഈ മുത്തബിഈങ്ങളാവുന്ന ആളുകളിൽ വേണം. മുത്തബ ആവുന്ന ആൾ ആരാണോ അവരിലുള്ള ആ നന്മകൾ, അവർ മുത്തബ ആരാണ് പിൻപറ്റുന്നത്? റസൂലുള്ളാഹിന്റെ സഹാബത്തിനാണ്. അസ്ഹാബിക നുജൂംന ബിഅയ്യിഹിം യഖ്തദൈതും ബിഹിഖ്തദൈതും. അപ്പൊ റസൂലുള്ളാഹി അങ്ങനെയാണ് അവരെ പറ്റി വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അവരോട് ആ നിലക്ക് പിൻപറ്റിക്കഴിഞ്ഞാൽ അവര് ദീനിൽ നിങ്ങൾ മാതൃകയാക്കേണ്ട ആളുകളാണെന്ന് എന്തിനെ പറ്റി എന്തിനാ പറയാൻ കാരണം? ഉലാഹിക്കല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദീ എന്തിനെ റസൂലുള്ളാഹിനോട് പറഞ്ഞു? റസൂലുള്ളാഹി അമ്പിയാക്കന്മാരെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനല്ലേ?
മറ്റുള്ള അമ്പിയാക്കന്മാർക്ക് ഇല്ലാത്ത ചില ഖുസൂസിയത്തുകൾ റസൂലുള്ളാഹിക്കില്ലേ? ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. ഈ മാ തഅഖർ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിക്ക് മാത്രമുള്ളതാണ്, മറ്റുള്ള അമ്പിയാക്കന്മാർക്കൊന്നും ഉള്ളതല്ലത്. മറ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ പ്രസവിക്കപ്പെട്ടോളം മുതൽ വഫാത്ത് വരെയുള്ള കാലഘട്ടത്തിൽ അവരിൽ നിന്നും ഒരു ചെറുദോഷം വരെ ഉണ്ടാവാൻ പാടുള്ളതല്ല, അത് ഉണ്ടാവുകയില്ല. ഇതാണ് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ. പക്ഷേ മരണശേഷം അവരിലേക്ക് ചേർത്തുകൊണ്ട് പലതും പലതും പറയും. ആ പറച്ചിൽ വരെ റസൂലുള്ളാഹിക്കില്ല. അതാണ് ഗഫറല്ലാഹു ലക മാ തഖദ്ദം വമാ തഅഖർ. കണ്ടില്ലേ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി ആദം നബിന്റെ നമ്മൾ ശഫാഅത്തിൽ ചെല്ലുമ്പോൾ ആദം നബീനെ പറയും, ഇതിനോട് അങ്ങോട്ട് വന്നിട്ട് ഞാൻ ദോഷം ചെയ്തെന്ന് പറഞ്ഞെടുക്കല്ലേ നിങ്ങൾ പോയി കൊടുത്തെന്ന് പറയും. ഞങ്ങൾ അവിടെ നൂഹിന്റെ അടുത്ത് പോയിക്കോളും. മൂപ്പര് ചെല്ലുമ്പോഴും പറയും എന്നെ പറ്റി നിങ്ങൾ അതും ഇല്ലാത്ത പല പുരാതികളും പറഞ്ഞില്ലേ, അത് ഇവിടെ വേണ്ട ഇബ്രാഹിമിന്റെ അടുത്ത് പോയിക്കോന്ന് പറയും. ഇബ്രാഹിം നബിന്റെ അടുത്ത് ചെല്ലുമ്പോൾ മൂപ്പര് പറയും നിങ്ങൾ ഇബ്രാഹിം നബി പൊള്ളു അറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരാം, നിങ്ങൾ മൂസന്റെ അടുത്ത് മൂസ നബിന്റെ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് പോകുമ്പോൾ മൂപ്പര് പറയും അതൊക്കെ എന്നെ സംഭവിച്ചു, ഞാൻ അതുകൊണ്ട് ദോഷിയാണെന്ന്. ഇതിലേക്ക് പലതും നിങ്ങൾ ചേർത്ത് പറഞ്ഞില്ലേ, ഈശ്വരന്റെ അടുത്ത് പോയിക്കോളി പറയും. ഈശ്വരന്റെ അടുത്ത് വരുമ്പോൾ ഈശ്വര നബി പറയും എന്റെ ചില വാക്കുകളിൽ നിന്ന് തെറ്റായി മനസ്സിലാക്കപ്പെട്ട ചിലതുണ്ട്, ആ മനസ്സിലാക്കപ്പെട്ടതനുസരിച്ച് നിങ്ങൾ എന്നെ പറ്റി പറയാൻ തുടങ്ങിയില്ലേ. അങ്ങനെ മാഷറിൽ തന്നെ ഈശ്വര നബിയോട് ചോദിക്കുക അന്ത കൊൽത്തലി ഇന്നാസ് ഇനി ഉമ്മാനൊക്കെ ഇലാഹാകണമെന്ന് ഇജ്ജ് പറഞ്ഞിക്കണോ ഈശയെന്ന് ചോദിക്കുന്നു, അള്ളാഹു ചോദിക്കുന്നു പറഞ്ഞില്ലേ. ഇലാഹാക്കണം എന്ന് പറഞ്ഞിക്കണോ? അത് പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നീട് അവരിൽ നിന്ന് അങ്ങനത്തെ ഒരു വാക്കുണ്ടായി എന്നുള്ളത് ചില ആളുകൾ പ്രചരിപ്പിക്കപ്പെട്ടു. ഇങ്ങനത്തെ ഒരു പ്രചരണം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനത്തെ റസൂലുള്ളാഹിനോടാണ് വിശുദ്ധ ഖുർആൻ ഉലൈകല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി. അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുത്ത മഅസൂമികളാവുന്ന വലിയ വലിയ മഹാന്മാരാണ്. അവരുടെ ആ ദീനാണ് നബിയെ തങ്ങളും പ്രചരിപ്പിക്കുന്നത്. ശരീഅത്തിന് വ്യത്യാസം ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി എല്ലാവരും ഇവിടെ പ്രചരിപ്പിച്ചത് ഒന്നും ഇസ്ലാം ദീൻ മാത്രമാണ്. ശരീഅത്തിന് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ കാലികമായി എല്ലാ കാലഘട്ടത്തിലും യോജിച്ച ഒരു ശരീഅത്ത് നബിയെ തങ്ങൾക്ക് തന്നു. അത് ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ളതിൽ ആ അമ്പിയാക്കന്മാരുടെ തുടർച്ച തന്നെയാണ്. ഇസ്ലാം ദീനെയാണ് അവരും പ്രചരിപ്പിച്ചത്, അത് തന്നെയാണ്. പക്ഷേ ദഅവത്തിന്റെ മാർഗത്തിൽ എന്ത് വേണം? ആ മുൻഗാമികൾക്കുള്ളതായ അവരുടെ ആ ചര്യകളോട് പൂർണ്ണമായും കൊണ്ട് പിൻപറ്റണം. ഇത് റസൂലുള്ളാഹിനോട് പിൻപറ്റാൻ വേണ്ടി മാത്രം പറഞ്ഞതല്ല. റസൂലുള്ളാഹിന്റെ ശേഷം ഈ വിശുദ്ധമാവുന്ന ദീന്റെ പ്രചാരകരായി വരുന്ന ആളുകൾ ആരുണ്ടോ അവരൊക്കെ ആരെയാണോ പിൻപറ്റപ്പെടുന്നത് ആ മുത്തബയിൽ ഉണ്ടാവുന്നതായ സർവ്വഗുണങ്ങളെയും കഴിവിന്റെ പരമാവധി ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലക്ക് പിൻപറ്റാൻ പറ്റുന്നത് മുഴുവനും നമ്മൾ പിൻപറ്റണം. അപ്പൊ അതാണ് വിശുദ്ധമായ ശൃംഖല. ആ ശൃംഖലയിൽ കൂടെ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, വളരെ വിശ്വാസത്തോടു കൂടി പറയാം, നമ്മൾക്ക് ലഭിക്കപ്പെട്ട ഈ ശൃംഖല വിശുദ്ധമായ ശൃംഖലയാണ്. അതുകൊണ്ട് നമ്മളെ ഉസ്താദന്മാർ എന്താ ചെയ്യുന്നത് അത് നോക്കി നമ്മൾ ചെയ്താൽ മതി. അവർക്കത് പറയാൻ കഴിയില്ല. അവർക്ക് ആ ശൃംഖലയിൽ ചില തകരാറുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് ഖുർആനും സുന്നത്തും നമ്മൾ പോയി എത്തും, ഖുർആനും സുന്നത്തിലേക്ക് എത്തും. പക്ഷെ അത് എത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് എത്തേണ്ടതായ ഒരു റൂട്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി തിരുസുന്നത്തിലും പഠിപ്പിച്ചതുണ്ട്. ആ റൂട്ടിൽ കൂടിയാണ് ചെന്നെത്തുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് വിശുദ്ധ ഇതിനെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞു. മുസ്തഖീമായ തരീഖ് ഇത് വാക്കണം നിർത്തിയാൽ പോരെ അള്ളാഹ്ക്ക്. പിന്നെ ഒന്നും കൂടി ഇതിനാ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയുന്നത്. അതിന് മഹാന്മാരാവുന്ന അയിമ്മത്ത് എന്താ പറയണത്? വതഅക്കീദു വതൻസീസു അലാ അന്ന തരീഖൽ മുസ്ലിമീൻ വൽ മശൂദു അലൈഹി ബിൽ ഇസ്തിഖാമ. അത് ആവർത്തിച്ച് പറയുകയാണ്, മാത്രമല്ല ഒന്നും കൂടി സ്പഷ്ടമാക്കി പറയുകയാണ്. അലാ അന്ന തരീഖൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ഇവിടെ നടന്നു പോകുന്ന ഈ വഴിയുണ്ടല്ലോ, അവരുടെ ആചാരങ്ങൾ, അവരുടെ കർമ്മങ്ങൾ, അവർക്കുള്ള വിശ്വാസങ്ങൾ, ഉവൽ മശൂദു അലൈഹി ബിൽ അതിനേക്കാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മുസ്തഖീമായ വഴി എന്ന് പറഞ്ഞ അള്ളാഹു നിർത്തിയില്ല. ആ മുസ്തഖീമായ വഴിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും കൂടി ആവർത്തിച്ച് പറഞ്ഞു. അതുകൊണ്ടാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് രണ്ടാമത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയാൻ കാരണം. അപ്പൊ മോമിനീങ്ങളാവുന്ന ആളുകൾ അവർ ആ മഹാന്മാരോട് അന്നൽക്കിലും പറ്റിയവർ അങ്ങനത്തെ റൂട്ടേ നമ്മൾ സ്വീകരിക്കണുള്ളൂ. അല്ലാത്ത റൂട്ടുകളാവുമ്പോൾ നമ്മളത് തള്ളുന്നുണ്ടല്ലോ, അത് തള്ളപ്പെടേണ്ട റൂട്ടുകളാണ്. അപ്പൊ അങ്ങനത്തെ റൂട്ടാണ്, അങ്ങനത്തതായ പാരമ്പര്യമാണ് നമുക്കുള്ളതായ പാരമ്പര്യത്തിലുള്ള മഹാന്മാരാവും നമ്മൾ ആ സാധ്യതത്തൊക്കെ.
അങ്ങനെ ദീനിനെ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ സുന്നത്ത് കൊണ്ടാണ് മതിയാക്കാനല്ല പറഞ്ഞത്, വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ. ഖുലഫാഉ റാഷിദീങ്ങളെ സുന്നത്ത് എൻ്റെ നിന്ന് വ്യക്തിഗതമായി ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഖുലഫാഉ റാഷിദീങ്ങൾ ചെയ്യുന്നത് അത് എൻ്റെ സുന്നത്ത് തന്നെയാണെന്ന് അതിൻ്റെ അർത്ഥം. എന്നിൽ നിന്ന് ഏതെങ്കിലും നിലക്ക് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരത് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് മഹാനാവുന്ന ഇമാം ഷാഫിഈ തങ്ങൾ തന്നെ മദ്ഹബിന് അടിസ്ഥാനപരമായി കൊണ്ട് മൂപ്പർ സ്വീകരിച്ചത് മദീനത്തും മക്കത്തും ഒക്കെ ഉണ്ടായിന്. അന്ന് കൂഫയിലും ആ ഉണ്ടായിരുന്ന സഹാബത്തിന്റെ പിന്നെ സഹാബത്തിന്റെ പ്രവർത്തനത്തിന്റെ അപ്പുറം മഹാന്മാരാവുന്ന ഖുലഫാഉൽ അർബഅത്ത് അവരുടെ ഭരണകാലത്ത് അവർ ഭരണം നടത്തിയപ്പോൾ അവർ വിധിച്ചതായ അവരുടെ തീരുമാനങ്ങൾ, അവർക്കുള്ളതായ ഫത്വകൾ, ഇതൊക്കെയാണ് മദ്ഹബിനെ അടിസ്ഥാനമാക്കിയത്. വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും കൂടെ മഹാനാവുന്ന ഇമാം ഷാഫിഈ തങ്ങളല്ല, ഇമാം മാലിക്കിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഇമാം ഷാഫിഈ തങ്ങൾ തന്നെ മദ്ഹബിനെ അടിസ്ഥാനമായി സ്വീകരിച്ചതാണ്. അങ്ങനത്തെ ചില സംഗതികളാണ്. പിന്നെ സുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ എന്ന് പറഞ്ഞപ്പോൾ അവരെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അവരെ വിധികളായി. അവരുടെ ഭരണകാലത്ത് ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു വിഷയത്തിൽ എങ്ങനെ വിധിച്ചിട്ടുണ്ട്, ഉമർ ഇബ്നു ഖത്താബ് എങ്ങനെ വിധിച്ചിട്ടുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ എങ്ങനെ വിധിച്ചിട്ടുണ്ട്. ആ വിധികളൊക്കെ എന്താക്കി മദ്ഹബിന് അടിസ്ഥാനപരമായിക്കൊണ്ട് അതിന്റെ ഉസൂലായിക്കൊണ്ട് ഇമാം ഷാഫിഈ തങ്ങൾ അതിനെ എന്താക്കി സ്വീകരിച്ചു. അത് പിന്നെ സഹാബത്തിന്റെ അന്ന് അമലുകൾ പരിശോധിച്ചു, അവരുടെ കൗലുകൾ പരിശോധിച്ചു. ഇതിൽ നിന്നൊക്കെയാണ് മദ്ഹബിന്റെ അയിമ്മത്ത് അവരെ മദ്ഹബിൽ എന്താക്കുന്നത്, അവർ ആ നിലക്ക് തഹീർ ചെയ്തുകൊണ്ട് അവരുടെ അവരുടെ മദ്ഹബിലുള്ള മസാലകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. വെറും ഖുർആനും സുന്നത്തും മാത്രം പോരാ, മഹാന്മാരാവുന്നതായ സ്വഹാബത്ത് തുടങ്ങിയ അതേ സ്വഭാവത്തിലുള്ളതായ മഹത്തുക്കൾ അവരും കൂടി തരീഖുകൾ എന്താണോ ആ തരീഖുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മളെ ആചാരങ്ങളെയും നമ്മൾക്കുള്ളതായ അനുഷ്ഠാനങ്ങളെയും നമ്മുടെ വിശ്വാസങ്ങളെയൊക്കെ നമ്മൾ എന്താവേണ്ടത് സ്വീകരിച്ചു കൊള്ളേണ്ടത്. പിന്നെ അതിന് തെരിയുണ്ടോ തെരീത് നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ വസ്സൽ വഹുല ദിക്റത അങ്ങനത്തെ മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്തിനോട് ചോദിച്ച് മനസ്സിലാക്കിക്കോ, അല്ലെങ്കിൽ അവർ പറഞ്ഞതനുസരിച്ച് സ്വീകരിച്ചോ, അതതിൻ്റെ അർത്ഥം. ഒന്നുകൂലവരോട് ചോദിക്കേണ്ടി വരും. അവരുള്ള കാലഘട്ടത്തിൽ അവരോട് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ രേഖ അനുസരിച്ചോ ജീവിച്ചോ എന്നാ അതിൻ്റെ അർത്ഥം. വസ്അൽ വഹുല ദിക്ർ എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനും രേഖ നോക്കി അടക്കലല്ല, നമുക്ക് രേഖ നോക്കി അടക്കേണ്ട ആവശ്യമില്ല. നമ്മളത് രേഖ നോക്കി നടക്കൽ നമ്മളെ പണിയല്ല. രേഖ നോക്കി നടക്കേണ്ടവര് രേഖ അനുസരിച്ച്, ഞാൻ പറഞ്ഞല്ലോ സംശുൽമ പറഞ്ഞ വാക്ക്, മുൻഗാമികൾ ചെയ്തു പോകുന്നത് അത് രേഖയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും, യാതൊരു സംശയമില്ല. അതിൻ്റെ എതിലുള്ള രേഖകൾ കണ്ടാലും ആ രേഖകളും അവർ കണ്ടതായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ എതിർക്കേണ്ട ആവശ്യമില്ല. അവർ ചെയ്യണേന് നമ്മൾ രേഖ കണ്ടിട്ടില്ല എന്ന് വെക്കുക, എന്നാൽ അത് ദീനുള്ളതല്ലാന്ന് നമ്മൾ പറയാനും പാടില്ല. കാരണം അവർ വിശുദ്ധമാവുന്ന ഒരു അടിസ്ഥാനത്തിലാണ് അവർ ചെയ്തതും അവർ പ്രവർത്തിച്ചതും അവർ കാണിച്ചു തന്നതുമൊക്കെ. അപ്പൊ അവർ ചെയ്ത ആചാരം നമുക്ക് ചെയ്യാം. അതിന് പിന്നെ നമ്മൾ ലക്ഷ്യം നോക്കണം. ഭാരതി നോക്കിയ ലക്ഷ്യം ചിലപ്പോൾ നമുക്ക് കാണും, ചിലപ്പോൾ ലക്ഷ്യം നമ്മൾ കണ്ടതിനായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ അങ്ങനത്തെ പൊട്ടന്മാരല്ലേ, നമുക്ക് ലക്ഷ്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന് സംഗതികൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ പുണ്യമായ ദിവസങ്ങളിലൊക്കെ നമ്മളൊക്കെ പള്ളിക്ക് ഒരു ചീരിനെ കൊടുത്തയക്കലുണ്ട്. ഞാനും തന്നെ ചെറുപ്പത്തിൽ എന്തിനപ്പോൾ ഈ പള്ളിക്ക് ഈ ചീരിനെ കൊണ്ടുപോകണം, അതിൻ്റെയൊക്കെ ഇതെന്താണ്. പക്ഷെ നമ്മളെ മശായിഖന്മാർ നമ്മളെ ഉസ്താദന്മാരൊക്കെ ജീവിച്ചിരുന്ന കാലത്തിൽ ആരുമായിട്ടൊന്നും എതിർത്തിട്ടില്ല. പിന്നെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലത്തതായ ഈ പാർട്ടിക്കാരൊക്കെ എതിർക്കണം, എന്തിനാ പള്ളിക്ക് ചെയ്തിട്ടുണ്ടോ, അത് മല്ലാക്കന്മാർക്കും മുസ്ലിംമാർക്കൊക്കെ തിന്നാനുള്ളൊരു പണിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചെറുതാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതായ ഒരു കാലഘട്ടം. പിന്നീട് ഞാൻ മഹാനാവുന്ന ഇമാം ബുഖാരി ഷേഖുൽ സംശുൽമ എപ്പോഴും പറയുന്നുണ്ട്, അതിൻ്റെ എല്ലാത്തിനും ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ബുഖാരി ദർസ് നടത്തുന്ന സമയത്ത് ജുമാന്റെ ബാബിലെ ഒരു ഹദീസ് എന്താ,
വക്കാനത്ത് ഫീന ഇമ്രാത്തുന്നാം, ഞങ്ങളെ കുളത്തിൽ ഒരു ബീവി ഉണ്ടായിരുന്നു. മൂപ്പത്തിയേർക്കുള്ള പണി എന്താന്ന് ചോദിച്ചാൽ, ഈത്തപ്പഴത്തോട്ടത്തിലേക്ക് പോകുന്ന ആ ചെറിയ വെള്ളം ഒഴിക്കുന്നതായ ചാലുകൾ ഉണ്ടാവും. ആ ചാലിന്റെ രണ്ട് ഭാഗത്തും ചീരപ്പുല്ല് പോലത്തെ ഒരു സസ്യം നട്ടു വളർത്തും. വെള്ളിയാഴ്ച ദിവസമായാൽ മൂപ്പത്തിയേര് ഇറങ്ങിയിട്ട് ആ പുല്ല ചെടി അരിഞ്ഞ് അതിനെ നോക്കി ഒരു പാത്രത്തിലിട്ട് അതിൽ കുറച്ച് മാവ് ഇട്ട് മധുരം ഇട്ട് എന്തോ തേനോ മറ്റോ എന്തോ കൂട്ടി അതിൻ്റെ പുറമെ അതിൽ മാംസമൊക്കെ ഇട്ട് ഒരു ചെറിയ പലഹാരം ഉണ്ടാക്കും. എന്നിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ഈ പലഹാരമായിട്ട് മൂപ്പത്തിയേര് പള്ളിയിലേക്ക് വരും. പള്ളിയിലേക്ക് തന്നെ നിൽക്കാൻ വരുന്നല്ല, പെണ്ണുങ്ങൾ ജുമായ്ക്ക് വരേണ്ട, ജുമാക്ക് നിർബന്ധിച്ചല്ലോ. അപ്പൊ പിന്നെ ജുമായ്ക്ക് വരിക എന്നല്ല, പള്ളിക്ക് വരും തന്നെ. പള്ളിന്റെ മുറ്റത്ത് വന്നിട്ട് ഈ പാത്രമായിട്ട് അവിടെ വന്നിരിക്കും. സഹാബത്ത് പറയുന്നത് എന്താ പറയുന്നത്, വക്കുറ്റാൻ അത്തപ്പന്ന യോബൽ ജുമാ, ഞങ്ങൾക്കൊക്കെ ജുമാ ദിവസമായാൽ വേണ്ടിയില്ലായിരുന്നു എന്ന് വലിയ ആഗ്രഹമായിരുന്നു. ജുമാ ദിവസമായാൽ വേണ്ടിയില്ലായിരുന്നു വലിയ ആഗ്രഹമാണ്. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണോ? അതല്ല, ഇബാദത്ത് ചെയ്യുന്നുണ്ട് അവർ, അതല്ല. അവരെന്നെ പറയാൻ ലീ ത്വാമി, എന്തിനാ അവർ ലീ ത്വാമിയാന്ന് പ്രത്യേകം പറഞ്ഞത്? ഒക്കുന്നാൻ അത്തമന്നൽ ജുമാ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിച്ചു ജുമാ ദിവസം ആയാൽ വേണ്ടിയില്ല എന്ന് പറഞ്ഞാൽ നേരം വെച്ച് വൈകുന്നേരം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ജുമാ ദിവസം ആയാൽ വേണ്ടി ചെയ്യുന്നതാണ് ലീ ത്വാമിയ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ. നേരെ മറിച്ച് ലീ ത്വാമിയ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി ആ ബീവി കൊണ്ടുവരുന്ന ആ ഭക്ഷണത്തിൻ്റെ ആഗ്രഹം കൊണ്ട് ഞങ്ങൾ എന്നാ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച വന്ന പോലെ എന്താ ഈ ബീവി ഇങ്ങനെ ഒരു പലഹാരം കൊണ്ടുവരണുണ്ടല്ലോ, എന്നാൽ ഞങ്ങളൊക്കെ പണി എന്താന്ന് ജുമാ കഴിഞ്ഞാൽ കുന്നാനുസല്ലിമായ ഞങ്ങളൊക്കെ ചെന്ന് സലാത്ത് ചെല്ലും. മുമ്പത്തിരുന്നേറ്റിരിക്കല്ലേ, എല്ലാവരും സലാം ചെല്ലും. അതങ്ങനത്തെ അല്ല, ഭക്ഷണം കാണുന്നിടത്ത് നമ്മൾ സലാം ചെല്ലുമല്ലോ. അപ്പോൾ ഞങ്ങളൊക്കെ സലാം ചെല്ലിയിട്ട് അപ്പോൾ മുമ്പത്തേര് ഈ പാത്രം ഇങ്ങനെ വെച്ചരും. ഞങ്ങളതിന് തൊട്ട് താമക്കും. ചമ്മന്തിയൊക്കെ താമക്കണമെങ്കിൽ അത്ര ഒരാൾക്ക് താമക്കാൻ കിട്ടുള്ളൂ, എന്നാലും അങ്ങനെ തൊട്ട് താമക്കും. എന്നാൽ റസൂലുള്ളാഹിക്ക് പറഞ്ഞുകൊണ്ടിരുന്ന റസൂലുള്ളാഹി അറിയണ സംഭവമുള്ളത്. എന്നാൽ ഞങ്ങൾ കുന്നാൻ അത്തമന്നാൽ ജുമാ എന്ന് പറഞ്ഞാൽ രണ്ട് കാരണത്തിന് വേണ്ടിയാണ് പറയണത്. ഒന്നതൊരു അന്നൊരു ദിവസം ഉണ്ടാക്കിക്കാണ്ട് ബീവി മടങ്ങിപ്പോയി എന്നല്ല, എല്ലാ ദിവസവും കൊണ്ടുവരുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അല്ല ഞാൻ കുന്നാൻ അത്തവനൽ ജുമാലി ത്വാമിഹ എന്ന് പറയില്ലല്ലോ. അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും ഈ ബീവിക്ക് തന്നെയാണ് പഠിക്കുന്നത്. എന്നാൽ റസൂലുള്ളാഹിക്ക് ഈ ബീവിനെ വിളിച്ച് പറഞ്ഞു, ഇബിൽ പറഞ്ഞതുപോലത്തെ ഒരു വിദഗ്ധോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒന്നാണെങ്കിൽ റസൂൽ എന്താ പറഞ്ഞു, എടി പറഞ്ഞേ ഇവിടെ വാ, ഇജി ഈ പ്രാവശ്യം ഉണ്ടാക്കി കൊടുന്നു, അത് കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ഈ ചെമ്പേറ്റ് ഇങ്ങോട്ട് വരണ്ട, ഇതുണ്ടായി കഴിഞ്ഞാൽ ഇജിങ്ങനെ എല്ലാ ആഴ്ചയും കൊണ്ടുവരികയാണെങ്കിൽ എൻ്റെ ഉമ്മത്ത് മുരിത്തൈര്യങ്ങൾ എന്ന് പറഞ്ഞൊരു കൂട്ടർ വരാണ്ട് അവരൊരു മനസ്സിലാക്കും വെള്ളിയാഴ്ചക്ക് ഇന്നിപ്പോൾ ഈ പെണ്ണ് കൊടുക്കും, വെള്ളിയാഴ്ച നല്ലൊരു പുണ്യമായ ദിവസമാണ്. എന്നാൽ ഇതേമാതിരിയുള്ള പുണ്യമായ എല്ലാ ദിവസത്തിലും പള്ളിക്ക് ഭക്ഷണം എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് ഈ ദ്വാരിപ്പിച്ചിട്ട് നല്ലതാണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കി ഈ പണി അവർ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ഇനി എന്താ വരുന്നത്, ഇനി മേലിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അത് റസൂല് പറഞ്ഞോ? അത് പറഞ്ഞിട്ടില്ല. അതുള്ള കുന്നാൻ തമന്ന യോമൽ ജുമാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ത്വാമിയാന്ന് ജുമാ ദിവസമായാൽ വേണ്ടി. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളെ ആചാരങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ എല്ലാ ആചാരങ്ങളും അങ്ങനെ തന്നെ. ഇപ്പൊ നമ്മൾ കബറുകൾ ചെന്ന് ഫാത്തിഹ ഓതി നമ്മൾ ദ്വാരക്കണം. എന്തിനാ ഫാത്തിഹ ഓതി? ഖബർ സിയാറത്തിന് റസൂൽ അതിനെ പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അലാ ഫസൂർ, ഇത് പൊതുവെ സിയാറത്തിന്റെ ഒരു സ്വഭാവം റസൂൽ പറഞ്ഞതാണ്. ഏത് ഖബർ സിയാറത്ത് ചെയ്താലും ആഖിറത്തിനെ സംബന്ധിച്ചുള്ളതായ അന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ പോയി. ഇപ്പൊ ഞാൻ നാളിങ്ങനെ കുറെ ആൾക്കാരുണ്ട് മഖബറിൽ ഇങ്ങനെ പോയിക്കണം. അപ്പൊ ഞാൻ എന്തത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, ഞാൻ അവിടെ വണ്ടി എടുത്ത് ഞാൻ കാൽദിയായ ഒരു പള്ളീൻ്റെ അടുത്താണ്. അപ്പൊ എന്നോട് അതിപ്പോ ജമാഅത്ത് ഇസ്ലാമിക്കാർ പുതിയ ഇത് തുടങ്ങിയിരിക്കണം സിയാറത്ത് തന്നെ. അതെന്താന്ന് വെച്ച് ഇങ്ങനെ കുറെ നേരം അവിടെ ഇങ്ങനെ നിന്ന് പോയിട്ട് കാണാമെന്നാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയല്ല സിയാറത്ത് ചെയ്യേണ്ടത്. സിയാറത്തിന്റെ സ്വഭാവം റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് സുന്നികളാവുന്ന നമ്മൾ സിയാറത്ത് ചെയ്യണ മാതിരിക്കാനാണ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത് ഹദീസ് മനസ്സിലാവും. ഞാൻ അപ്പൊ അതിലേക്കൊന്നും വിശദീകരിക്കാൻ പോകുകയല്ല. അപ്പൊ കണ്ടില്ലേ, ഉഹദ് സ്വാദാഹിന് രണ്ടാമത്തെ ഒരു പ്രാവശ്യം കൊല്ലത്തിലൊരിക്കൽ സിയാറത്ത് ചെയ്തു. അതല്ലാതെ 8 വർഷം കഴിഞ്ഞ് സിയാറത്ത് ചെയ്ത ഒരു സംഭവം ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്യുന്നുണ്ട്. അതിലവിടെ പറയണത് മയ്യത്ത് നിസ്കാരത്തിലുള്ള ദുആ പോലത്തെ ദുആ കേൾക്കുന്നതാണ്. അല്ലാതെ മയ്യത്ത് കയറാൻ നിസ്കരിച്ചു എന്നല്ല. മയ്യത്ത് നിസ്കാരം കയറിച്ചു എന്ന ഹദീസിന് അർത്ഥം വെക്കാനും പറ്റൂല. അത് മഹാന്മാരാവുന്ന അയിമ്മത്തിന്റെ ഇജ്മാഅാണ്. അവിടുന്ന് മയ്യത്ത് നിസ്കാരം നിസ്കരിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെന്താ സലാത്തുൽ ജനാസത്തി എന്ന് പറഞ്ഞാൽ സലാത്തുൽ ജനാസയിലുള്ള ദുആ പോലത്തെ ദുആ ചേർന്നു. അവിടുത്തെ ദുആ എന്താ? ആദ്യം ഫാത്തിഹ പറയണം. അതെന്നെ കബറുകൾ ചെന്നു നമ്മൾ ഫാത്തിഹ പറഞ്ഞു കണ്ടില്ലേ. പിന്നെ ദ്വാരക്കണം. രണ്ടാമത്തെ തക്ബീറിന്റെ ശേഷം എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആദ്യം പറയണം. പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയണം. അതെന്റെ ദുആയിൽ നമ്മൾ ചെയ്യണത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ.
പിന്നെ മയ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മയ്യത്ത് മഹാന്മാരാണെങ്കിൽ അവരിൽ നിന്നിട്ട് മദതുകൾ ലഭിക്കപ്പെടും എന്നുള്ളത് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്തപ്പെട്ടതാണ്. അപ്പൊ ആ മദതുകൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുക. ഇതന്നെ മയ്യത്ത് നിസ്കാരത്തിലുള്ള ദുആ പോലത്തെ ദുആ നബി ദുആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് നബി അവിടുത്തെ അതിന് വേണ്ടിയാ സിയാറത്തിന്റെ സ്വഭാവം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മളെ മുൻഗാമികളൊക്കെ തണർന്നു പോകുന്നത് സംഗതിയാണ് അൽ ഫാത്തിഹ പറഞ്ഞു ദുആയിരിക്കുക എന്ന് പറഞ്ഞത്. എന്നിട്ട് പിന്നെ അത് റസൂൽ അങ്ങനെ ദുആർന്നിക്കണം. റസൂൽ ദുആർന്നിക്കണോ ഇമാം ബുഖാരി റിവായത്ത് ചെയ്തതല്ലേ. അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കുറച്ച് പണിയുണ്ടാവും. അതാണ് ഖുർആനും ഹദീസും ഒക്കെ എന്ന് പറഞ്ഞത് നമുക്ക് സ്വന്തം മനസ്സിലാക്കാൻ പറ്റിയതല്ല. അത് റസൂൽ മനസ്സിലാക്കി തരണം. അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട മാനദണ്ഡം റസൂൽ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ചാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയാണ് വിശുദ്ധ ദീന്റെ മനസ്സിലാക്കേണ്ടത്. ഈ അടിസ്ഥാനത്തിലാണ് നമ്മളെ വിശ്വാസങ്ങളും നമ്മളെ ആചാരങ്ങളും നമുക്കുള്ളതായ കർമ്മങ്ങളൊക്കെ. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ആ മുസ്ലിം ലോകം ഒമാ ഹസ്നൽ മുസ്ലിമൂൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ. ആ പറയപ്പെട്ട മുസ്ലിം, ഞാൻ ആദ്യം സൂചിപ്പിക്കപ്പെട്ട രൂപത്തിലുള്ള മുസ്ലിം ലോകം, അവർ നന്നായി കാണുന്നതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയും നല്ലതായി കൊണ്ട് അംഗീകരിച്ചതാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയപ്പെടുന്ന നമ്മുടെ മഹാന്മാരാവുന്നതായ അയിമ്മത്ത് മശായിഖന്മാർ ഇവിടെ കാണിച്ചു തന്ന ഈ രൂപം, ഈ തരീഖ്, ഇതിന്മേൽ ഉറച്ചു നിൽക്കുക, അതിന് പിൻപറ്റിക്കൊണ്ട് നിൽക്കുക. അതല്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ആരും തിരിയാൻ പോകണ്ട. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഫതഫറഖ ബിക്കും, ഒന്നൊക്കെ ഭിന്നമായി പോവും. അല്ലെങ്കിൽ വഴി എന്താവും, ഇടയിൽ വെച്ചുകൊണ്ട് വഴി മുറിയും ചെയ്യും. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ വളരെ വ്യക്തമായ നിലക്ക് പറഞ്ഞു, ഇന്നൽ ഇൻസാന ലാ യുംകിനു അൻ യസീറ ഇലല്ലാഹ്. അള്ളാഹുവിലേക്കുള്ള ഈ സൈർ, ഈ പ്രയാണത്തിലാണല്ലോ നമ്മൾ. ഈ പ്രയാണം നമുക്ക് സാധ്യമല്ല. അതിന് എന്ത് വേണം? ഇല്ലാ ബി ഈമാനിൻ സഹീഹിൻ വ അഖീദത്തിൻ സാബിതത്തിൻ. സഹിയായ ഈമാൻ വേണം. ആ നല്ല കർമ്മത്തിൽ നിന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽ സ്ഥിരപ്പെട്ട അഖീദയാവണം. അതുകൊണ്ട് മഹാന്മാരാവുന്ന സഹാബത്തൊക്കെ പറയില്ലേ, കുന്നാ നുഫദ്ദിലു ബഅ്ദനാ അലാ ബഅ്ദ്, ചിലർക്ക് മറ്റു ചിലരെക്കാൾ ഫضലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. ഫലുഫദ്ദിലു അബൂബക്കർ അലാ ഉമർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു എനിക്ക് ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എനിക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാനേക്കാളൊക്കെ ഫضലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നാ ഷിയാക്കൾ പറയുന്നത് പോലെയല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാളും ഫضല് ആർക്കാന്ന് പറയാൻ പാടില്ല, അലി റളിയല്ലാഹു അൻഹുവിനേക്കാന്ന് പറയാൻ പാടില്ല. അത് അലി റളിയല്ലാഹു അൻഹുവിനെ നാലാമതേ അവർക്ക് ഫضലുണ്ടെന്ന് വിശ്വസിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ മോശാക്കലും ഇല്ല. അത് അപ്പൊ വിശ്വാസം സ്ഥാപിതത്താവുന്ന അഖീദ എങ്ങനെയാവണമെന്ന് സഹാബത്ത് പഠിപ്പിച്ചു വന്നു. പിന്നെ എന്ത് വേണമെന്നറിയോ? ഖൽബിൻ യുറാഇ ഹുദൂദല്ലാഹ്, അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ ശരിക്കും ശ്രദ്ധിച്ച് ജീവിക്കുന്നതായ ഒരു ഹൃദയവും വേണം. പിന്നെ അള്ളാഹുവിൻ്റെ അങ്ങനത്തെ ഒരു 4-5 സംഗതികൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഈ റൂട്ടിൽ കൂടി സഞ്ചരിച്ചാൽ മാത്രമേ അള്ളാഹുവിലേക്കുള്ളതായ പ്രയാണം സാധ്യമാവൂ. അപ്പൊ അള്ളാഹുവിലേക്കുള്ള ആ പ്രയാണം നമുക്ക് ശരിപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ മഹാന്മാർ കാണിച്ചു തന്ന ഈ വഴിവൽ ഉറച്ചു നിൽക്കുക. അതിന് പിന്നെ രക്ഷയുണ്ടോ ചെയ്ത് നോക്കി നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അതാണ് തഖ്ലീദ് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. അഹ്ദു ഖൗലിൽ ഉയർന്ന മറ്റ് അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന വിശ്വാസയോഗ്യമായ ഈ നിലക്കുള്ള ഉയർന്ന പാണ്ഡിത്യം, അതിന് വേണ്ട ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ആളെ വാക്കിനെ സ്വീകരിക്കാം. മിനോരി മാനിഫത്തി അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താന്നുള്ളത് നമ്മൾ അന്വേഷിച്ചാണ്. ഇമാം ഷാഫി തങ്ങൾ തലവന്റെ വയറ് തടയാൻ ഒരു മുടി തടഞ്ഞാലും മതി എന്നുള്ള എനിക്ക് ഇമാം ഷാഫിന്റെ ലക്ഷ്യം പറഞ്ഞു. അല്ല ഇമാം മാലിക് തങ്ങൾ തല മുഴുവൻ തടയണം എന്നുള്ളതിന് ഇമാം മാലിക്കിനെ വിശ്വസിച്ച് തഖ്ലീദവർ അതിന്റെ ലക്ഷ്യം തേടി നടക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അബൂ ഹനീഫ ഇമാം റൂസിനെ തടയണം എന്ന് പറഞ്ഞു. അതിന്റെ ലക്ഷ്യം എന്താന്നുള്ളത് അത് തേടി നടക്കേണ്ട ആവശ്യമില്ല. അവൻ ലക്ഷ്യം നോക്കാം. അപ്പൊ വാപ്പയെന്ന് പറഞ്ഞാൽ വാപ്പന്നെ, പിന്നെ വാപ്പാന്റെ അടുത്ത് അത് അതിനെ ഉണ്ടാക്കാനുള്ള സാധനം ഉണ്ടാവും നോക്കി നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ അതുകൊണ്ട് മഹാന്മാരാവുന്നതായ ആ മഹാന്മാർക്കുള്ള ആ വഴികൾ അത് ശരിക്ക് എന്താവുക, അതിനെ പിൻപറ്റുക. അത് പിൻപറ്റി അതനുസരിച്ച് ജീവിക്കുക. അതാണ് വിശുദ്ധമായ ദീൻ എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് അത് അങ്ങനെയാണ് ദീനിനെ മനസ്സിലാക്കേണ്ടതെന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരാനും വിശുദ്ധ ഖുർആനിൽ കൂടിയും തിരുസുന്നത്തിൽ കൂടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഇവിടെ നിൽക്കുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും എന്നുള്ള നിലക്കാണ് ദീൻ മനസ്സിലാക്കേണ്ട സ്വഭാവങ്ങൾ അന്നേൽക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്നേൽക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുക. ഇനി ഓരോ വിഷയത്തിനെ പറ്റി ഇവിടെ വേണ്ടതുപോലെ പറയാൻ
ഇവിടെ കക്കുംപടി MT അബൂബക്കർ ദാരിമി ഇവരൊക്കെ ഉണ്ട്. എന്റെ പണി എന്ന് പറഞ്ഞാൽ അവര് വരുന്നവരെ പ്രസംഗിക്കാന്നുള്ളതാണ്. കണ്ടു വലിയ മൗര്യമാര് വരുന്നവരെ വെയ്ത്തെല്ലാം കണ്ടില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഇതൊക്കെ ഇത് തങ്ങൾ കൊണ്ടിരിക്കണം. അത് വേണം നോക്കിക്കണം. അതൊക്കെ തങ്ങൾ വേണം. അതെ, ഭക്ഷണം തന്നവർക്ക്, ഇത് സംഘടിപ്പിച്ചവർക്ക് കേട്ടോ, ഇവർക്കൊക്കെ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ കുട്ടി 24 വയസ്സ് മരിച്ചു പോയിട്ട് അള്ളാഹു ഗഫിർ ലഹു അള്ളാഹു മർഹമു, അത് മരിച്ചതാ. അപ്പൊ ഈ 2 സുലൈമാനാജി എന്താണ് اللهم اغفر لهما اللهم ارحمهما اللهم اعف عنهما اللهم اكرمهما اللهم لا تفضحهما يوم الحساب اللهم تقبل منهما جميع حسناته اللهم تجاوز عن سيئاتهما اللهم تجاوز عن سيئاتهما اللهم جاف القبر عن جنبيهما اللهم آمنهما من الفزع الأكبر اللهم تقبل منهما جميع الخدمات التي خدموا بها لهذا الدين. പിന്നെ അല്ലാഹുമ്മ ജമഅനാ വഇയ്യാഹുമ ഫീ ജന്നാത്തിന. പിന്നെ ഭക്ഷണം നൽകിയ ആള് അതായത് ആരാണ്? 2 ആളാണ്. ഒന്ന് അംസാജിയും ഒന്ന് മൂപ്പര മക്കളും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിലേക്ക് എല്ലാ നിലക്കുള്ള ഖൈറിനും ബർക്കത്തിനും അള്ളാഹു ചെയ്തിട്ടുണ്ട്. اللهم بارك فيهم اللهم بارك في أولادهم اللهم بارك في أموالهم اللهم بارك في حضرهم وسفرهم اللهم بارك في جميع أمورهم اللهم تقبل منهم هذه الصدقة اللهم بارك في هذه الصدقة اللهم بارك في هذه الضيافة اللهم بارك في جميع الأعمال التابعة لهذه الصدقة اللهم بارك لهم في جميع أعمالهم التابعة لهذه الصدقة. ഇതുണ്ടല്ലോ ഉള്ളൂ. പിന്നെ ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും നമുക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ മറ്റൊന്ന് പ്രധാനമായി പറയാനുള്ളത് സുപ്രഭാത ക്യാമ്പയിലാണ്. ഞാൻ പിന്നെ അതിൻ്റെ ചെയർമാൻ ആയതുകൊണ്ട് ഞാനത് അങ്ങനെ പറയാതെ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് സുപ്രഭാതത്തിന്റെ ക്യാമ്പയിൽ അത് എല്ലാവരും വിജയിപ്പിക്കണം. എല്ലാവരും സുപ്രഭാതത്തിന്റെ വരിക്കാരാവണം. എങ്ങനെങ്കിലും ഒരു സുപ്രഭാതത്തിന്റെ വരിക്കാരാവുക എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കാര്യങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി എഴുതുന്ന ഒരു പത്രമാണ് സുപ്രഭാതം എന്നുള്ളത്. അപ്പൊ അതിന്റെ നിലനിൽപ്പിന് ആവശ്യമാകുന്ന നിലക്കുള്ള പ്രചരണങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മളിൽ നിന്നുണ്ടാവണം. എതിർക്കുന്നവരോ അല്ലെങ്കിൽ അതിനെ ചെറുതായി കാണിക്കുന്നവരൊക്കെ പലരും ഉണ്ടാവാം. എന്നാൽ അതിലേക്കൊന്നും നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുക, അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അള്ളാഹുവിനെ കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എന്താ